നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടുകൾ ഉൾപ്പെടെ ഏതാണ്ട് 12ഓളം സ്ഥലങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് നടന്നത്. എക്സാലോജിക് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു. റെയ്ഡ് ചെയ്ത് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും അവരുടെ വാഹനങ്ങൾ തച്ച് തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ED ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത്. കാരണം തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു. പോലീസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ തന്നെ ഈ EDയുടെ വാഹനങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതായത് ED ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി ആക്രമിക്കുന്നു. ക്രമസമാധാന നില തകർന്ന ഒരു സംസ്ഥാനത്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെയാണ് ഈ തരത്തിൽ തടഞ്ഞുവെച്ച് ആക്രമിച്ചിരിക്കുന്നത് CPM ഗുണ്ടകൾ. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്താൻ CPM SDPIയുടെ സഹായം തേടിയെന്ന് പോലും ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ ഈ അക്രമം, അതായത് പിണറായി വിജയനെ തൊട്ടാൽ ഞങ്ങൾ ഇനി ആരെയും വച്ചിരിക്കില്ല എന്ന ഒരു ഭയപ്പാട് സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്ന് വ്യക്തം. അതായത് സ്വന്തം സഖാവായ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെയും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ പോരാളിമാർ ഇന്നലെ തെരുവിലേക്ക് ഇറങ്ങിയത്, തിരുവനന്തപുരത്ത് അടക്കം. പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് പോലെ പിണറായി വിജയനും വീണയും രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലാകുന്നവൻ്റെ ഒക്കെ ജീവിതം പോക്കാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ കേസുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് പിണറായി വിജയനോ വീണയോ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. മാത്രമല്ല, ഈ അക്രമം ഏറ്റവും കൂടുതൽ തലവേദനയായി മാറുന്നത് വീണ വിജയനായിരിക്കും. കാരണം ഈ റെയ്ഡിനാസ്പദമായ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് എന്ന് നമ്മൾ നോക്കണം. 2024 മാർച്ച് മാസത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ മാസപ്പടി കേസിൽ ECIR രജിസ്റ്റർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന FIRന് തുല്യമായ അല്ലെങ്കിൽ FIRന് തത്തുല്യമായ രേഖയാണ് ECIR. ഈ ECIR രജിസ്റ്റർ ചെയ്യുന്നത്, ഒന്നുകൂടി പറയാം, 2024 മാർച്ച് മാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ ECIR രജിസ്റ്റർ ചെയ്ത് അടുത്ത പടി എന്ന് പറയുന്നത് ഈ പറയുന്ന റെയ്ഡുകളും പരിശോധനകളും ഒക്കെ ആയിരിക്കണം. പക്ഷേ ഈ റെയ്ഡുകളും പരിശോധനകളും വൈകിയത് 2 വർഷമാണ്. ഇപ്പോൾ 2026 മെയ് മാസമാണ്. 2 വർഷത്തിൽ കൂടുതൽ അധികം കാലം ഈ റെയ്ഡ് തടഞ്ഞു വയ്ക്കാൻ പിണറായി വിജയന് സാധിച്ചു. കാരണം പിണറായി വിജയൻ ഈ കാലയളവിലെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പവറുള്ള, ഏറ്റവും ശക്തിമാനായ ഒരു രാഷ്ട്രീയ നേതാവ്. ഈ രാഷ്ട്രീയ നേതാവിന് മേൽ പരുന്തും പറക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്കും ഈ രാഷ്ട്രീയ നേതാവിനെ കൊടുക്കാൻ അല്പം പണിപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർണ്ണക്കടത്ത് കേസിൽ ED കോടതിയിൽ സമർപ്പിച്ച പരാതി എന്താണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഈ കേസിൽ പ്രതികളെല്ലാം സംസ്ഥാനത്തെ പ്രമുഖന്മാരാണ്. അവർക്ക് വലിയ സമാനതകളില്ലാത്ത അധികാരങ്ങളുണ്ട്. ഈ അധികാരങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവർ കേന്ദ്ര ഏജൻസികളെ സംസ്ഥാനത്ത് തടയുന്നു. അതുകൊണ്ട് ഈ കേസ് മുഴുവൻ കർണാടകയിലേക്ക് മാറ്റണമെന്നാണ് അന്ന് ED സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്തത്. അതിപ്പോഴും കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രമാത്രം ശക്തിമാനായ പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം, ഈ 2 വർഷക്കാലം EDയെ പിടിച്ചു നിർത്തിയത്. അതിന് പിണറായി വിജയന് പല ഭാഗത്തു നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും പിന്തുണ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം CMRLും എക്സാലോജിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല പ്രതികളുമെല്ലാം ദില്ലി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലുമെല്ലാം മാറി മാറി ഹർജി നൽകിക്കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തടയാൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും ഒടുവിലായി പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതായി തീർന്നപ്പോഴാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അനുകൂലമായ ഒരു വിധി
കോടതിയിൽ നിന്നുണ്ടായത്. അത് മെനിഞ്ഞാന്നായിരുന്നു. അന്ന് അതായത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി ആ വിധി വരുന്നു. ആ വിധി അനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന വിധിയായിരുന്നു. ആ വിധി വന്നയുടൻ മണിക്കൂറുകൾക്കകം ED ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. 2 വർഷമാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇത്തരം പരിശോധനകളിൽ നിന്നും പിണറായി വിജയൻ തടഞ്ഞു വെച്ചത്. കാരണം പരിശോധന നടന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പിണറായി വിജയന് ഏതാണ്ട് ഉറപ്പായിരുന്നു. വീണ ഒരു പാവപ്പെട്ട നിരപരാധിയായ കുട്ടിയാണ്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ കള്ളപ്പണം സൂക്ഷിക്കാനുള്ള വെറുമൊരു കറക്ക് കമ്പനി മാത്രമായിരുന്നു വീണയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക് എന്നാണ് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്ക് ശേഷം CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പദ്ധതി. അതിനുശേഷം അവരെ കൂടി ചോദ്യം ചെയ്തതിന് ശേഷം വീണയെയും പിണറായി വിജയനെയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം എന്നായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പദ്ധതി. എന്നാൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡിന് നടക്കുന്ന സമയം അല്ലെങ്കിൽ റെയ്ഡിന് നേരെ വലിയ രീതിയിലുള്ള അക്രമമുണ്ടാവുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ED അവരുടെ പ്ലാൻ മാറ്റുകയാണ്. അതായത് ഇനി വീണ വിജയനെ ചോദ്യം ചെയ്തിട്ട് മതി മറ്റാരെയും ചോദ്യം ചെയ്യുന്നത് എന്ന് അവർ ആ ഒരു പദ്ധതി മാറ്റി എഴുതുന്നു. അതുകൊണ്ട് തന്നെ വീണ വിജയനെ എത്രയും വേഗം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏത് നിമിഷവും വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ഹാജരാകാനുള്ള സമൻസ് ലഭിച്ചേക്കാം. അങ്ങനെ സമൻസ് ലഭിക്കുമ്പോൾ ഇതുവരെ കോടതിയിൽ ഹർജികൾ കൊണ്ട് അമ്മാനമാടിയ പിണറായി വിജയൻ ക്യാമ്പ് ഈ സമൻസിനെതിരെയും കോടതിയിൽ പോകുമെന്നുറപ്പാണ്. അങ്ങനെ പിണറായി വിജയനും വീണ വിജയനും കോടതിയിൽ പോയാൽ, സമൻസിനെതിരെ കോടതിയിൽ പോയാൽ ഇനിയിപ്പോൾ ED വാദിക്കാൻ പോവുക ഞങ്ങൾക്ക് നേരെ ചൊവ്വേ ആ പരിശോധനയ്ക്കിടെ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുമായിരുന്നു. അതിനാണ് 12 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ റെയ്ഡ് നടത്തിയത്. ഈ 12 കേന്ദ്രങ്ങളിൽ വെച്ചും പിണറായി വിജയനെയും അതുപോലെ തന്നെ മകൾ വീണ വിജയനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാതെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്നാൽ പുറത്ത് നടന്ന അക്രമം ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തി. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കേന്ദ്ര സേന ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും കല്ലേറുണ്ടായി. അത് വലിയ രീതിയിൽ നടപടിക്രമങ്ങൾക്ക് തടസ്സം സംഭവിച്ചു. വീണ വിജയനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യാനുള്ള ഞങ്ങളുടെ പദ്ധതി പാളി. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നായിരിക്കും ED ഇനി കോടതിയിൽ വാദിക്കാൻ പോവുക. അങ്ങനെയാണ് എങ്കിൽ EDയുടെ ഈ വാദത്തെയായിരിക്കും കോടതി അംഗീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹർജിയെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമായിരുന്ന വീണ വിജയൻ്റെ അറസ്റ്റും ജയിൽവാസവും അതാണ് സഖാക്കളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഉറപ്പാക്കി കൊടുത്തിരിക്കുന്നത്. തിരുമണ്ടന്മാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ, അവരുടെ നേതാക്കന്മാർ എന്തോ പിച്ചും പേയും പുലമ്പിയതോടുകൂടി ചാടി ഇറങ്ങുകയായിരുന്നു. ഒരു കേന്ദ്ര ഏജൻസിയുടെ വാഹനം തല്ലി തകർക്കുക, അവരുടെ നെഞ്ചിന് കല്ലെറിയുക, കേന്ദ്ര സേനയുടെ നേരെ വാളോങ്ങുക, ഇതൊക്കെയാണ് വലിയ കലാപമാണ് തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത്. ഈ കലാപത്തിനിടയിൽ എങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അവരുടെ ജോലിയുടെ ഭാഗമായ പരിശോധനകൾ നടത്താൻ കഴിയുക? അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തോളൂ എന്ന വിധിയായിരിക്കും ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കാത്തിരിക്കുന്നത്. എന്തായാലും സഖാക്കൾ പിണറായി വിജയനും വീണ വിജയനും ഒപ്പിച്ചു കൊടുത്ത പണി അത് വല്ലാത്തൊരു പണിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാർട്ടിയിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വലിയ എതിർപ്പുകൾ കൂടി വരികയാണ് എന്നൊരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കരക്കമ്പി നേരത്തെ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളെന്നും സംശയമുണ്ട്. അക്രമമുണ്ടായാൽ പിണറായി വിജയനും മകളും കുടുങ്ങുമെന്ന് അറിയാവുന്നത് കൊണ്ടാണോ തിരുവനന്തപുരം CPIMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വലിയ കലാപം തിരുവനന്തപുരത്ത് സൃഷ്ടിച്ചത് എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്.